ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ അതേപോലെ നമ്മളെ സെക്കൻഡ് ചാനലിലും ഇങ്ങനെ ഇടാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാട്ടോ. കോഴിക്കോട് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് സനാനിയാസ്, എൻ്റെ നാട്ടിൽ തന്നെയാണ് അവളുടെ വീട്. അപ്പോൾ ഞങ്ങൾ ഓളെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഒന്നുകൊണ്ട് പോന്നിട്ടോ. കാരണം മൂത്ത മോനെ ഞാൻ എൻ്റെ വീട്ടിലാക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഓനെ ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ആക്കി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ പോന്ന്. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ആകുമ്പോൾ ഒരാൾക്കും വീട്ടിൽ നിന്ന് ചായ വേണ്ട, കാരണം അപ്പോൾ ആരും കുടിക്കൂല. പിന്നെ എല്ലാവരും ഒരു 9 മണിയൊക്കെ ആവണ സമയത്താട്ടോ സാധാരണ ചായ അടിക്കൽ. അപ്പോൾ ആ സമയപ്പോൾ ഞങ്ങളൊന്ന് ചായ അടിക്കാൻ ഇറങ്ങും ചെയ്ത്. പിന്നെ ഞങ്ങൾ പോണത് നമ്മളെ പുതിയ പാലത്തുമ്മ കൂടെയാണ് കേട്ടോ. കുറച്ച് പോവും. അപ്പോൾ ഒന്നിങ്ങടെ നമ്മളെ സാധാ റൂട്ടിൽ കുറച്ചും ഇങ്ങോട്ട് ഇറങ്ങും ചെയ്തിട്ടോ. കുറേ ആയി അയിമക്കൂടെ ഒന്നും പോവലില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് സീറ്റ് നമ്പറും ഒക്കെ കിട്ടിട്ടോ. എന്തോ ഒരു ഭാഗ്യത്തിന് എന്ന് പറയാൻ ഞങ്ങൾ 2 പേരും ഓരോരുത്തരായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ജ്യൂസൊക്കെ കൊടുക്കണുണ്ടായിരുന്നു. അപ്പോൾ മോന് ഇങ്ങനെ ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓനക്ക് ജ്യൂസൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡിൻ്റെ കാര്യം പറയാനെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ അവർ തന്നിട്ടുണ്ടായിരുന്നത്. വെജ് വേണ്ടവർക്ക് വെജ് ഉണ്ടായിരുന്നു, നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ എവിടെയെങ്കിലും പോയാൽ നോൺ വെജ് ആണല്ലോ, അപ്പോൾ അങ്ങനെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേരെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നത് നമ്മുടെ മനാഫ് ഖാനെ കാണാനായിരുന്നു കേട്ടോ. മനാഫ് ഖാനെ കണ്ടു, സംസാരിച്ചു, പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് മന്ത്രി റിയാസ് സാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരെന്നെ നമ്മുടെ ഡാഡ് മീഡിയൻ്റെ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് നല്ലൊരു അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ടും പ്രോഗ്രാം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 2025 ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് ഫംഗ്ഷനായിരുന്നു കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് 300-ലധികം ഇൻഫ്ലുവൻസേഴ്സ് പങ്കെടുത്ത ഒരു പ്രോഗ്രാമായിരുന്നു. പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ്, നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേര്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു നിലയിൽ എത്തുന്നോ, എനിക്ക് അവരൊക്കെ കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും എല്ലാവരും കണ്ട് അവാർഡും കിട്ടിട്ടോ. എൻ്റെ അവാർഡ് ഫംഗ്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇർഷാദ് സാറാട്ടോ എനിക്ക് അവാർഡ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു